പാറശാല ഷാരോൺ കൊലക്കേസിലെ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന പ്രതി ഗ്രീഷ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയ എസ്ഐക്ക് പകരം ഡിവൈഎസ്പി കുറ്റപത്രം സമർപ്പിച്ചത് ക്രിമിനൽ നടപടിക്രമങ്ങളുടെ ലംഘനമാണെന്നുമായിരുന്നു ഗ്രീഷ്മയുടെ വാദം. വിചാരണ തമിഴ്നാട് കോടതിയിലേക്ക് മാറ്റണമെന്ന ഗ്രീഷ്മയുടെ ഹർജി സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, വിശദാംശങ്ങൾ. നിലവിൽ പാറശാല പോലീസ് ഇൻസ്പെക്ടറായിരുന്നു കേസന്വേഷണം പൂർത്തിയാക്കിയത്. എന്നാൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് പിന്നീട് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ്. ഇത് ക്രിമിനൽ നടപടി ചട്ടങ്ങളുടെ പൂർണ്ണമായ ലംഘനമാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഗ്രീഷ്മ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ സമാനമായ രീതിയിൽ സുപ്രീം കോടതിയിൽ ഗ്രീഷ്മ സമീപിച്ചിരുന്നു. അതായത് ഈ കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ വിചാരണ നാഗർകോവിലിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നേരത്തെ ഗ്രീഷ്മ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ അന്നും സുപ്രീം കോടതി ഇത് കേൾക്കാൻ തയ്യാറായില്ല. മറിച്ച് വിചാരണ കോടതിയെ സമീപിക്കാനായിരുന്നു അന്ന് കോടതി നിർദ്ദേശിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ വിചാരണ കോടതിയുടെ നടപടിക്രമങ്ങൾ നടക്കുന്നതിനാൽ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നായിരുന്നു അന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. പിന്നീടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വീണ്ടും ഈ ഷാരോൺ വധക്കേസിലെ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ അതിൽ കാരണം ചൂണ്ടിക്കാണിക്കുന്നത് ഡിവൈഎസ്പി ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഗ്രീഷ്മ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ സുപ്രീം കോടതി ഈ ഹർജിയും തള്ളുകയായിരുന്നു.